ജനനായകനാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. ഇപ്പൊ ന്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാലും ജനനായകൻ വിജയ് ടോട്ടലി ഫുൾ ഇപ്പൊ പാർട്ടി ബേസ്ഡ് കാര്യങ്ങളാണ് ന്യൂസിലും കാര്യങ്ങളൊക്കെ വരുന്നത്. സെൻസർ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതിലൊരു തീരുമാനമായിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് അതിലൊരു തീരുമാനമായപ്പോൾ തീരുമാനത്തിൽ അവർ മാറ്റങ്ങളാണെങ്കിൽ നീക്കി വെക്കുക. ഇപ്പൊ 3:30 ആദ്യം 3:15 വരാന്ന് പറഞ്ഞു, ഇപ്പൊ 3:30 വരാന്ന് പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് സമയം പിന്നെ ഇപ്പൊ 4:30 നീക്കി വെച്ചിട്ടുണ്ട്. ഇവര് മുമ്പോട്ട് പോയി മാസം വരെ കഴിയാൻ ചാൻസ്. പിന്നെ പറഞ്ഞ് തിങ്കളാഴ്ചയായിരിക്കും കറക്റ്റ് കാര്യം പറയുന്നത്. ഇവരെന്തിനാണ് ഇത്രയും നീട്ടിക്കൊണ്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് വിജയ്ക്ക് നേരെയുള്ള ഒരു അമ്പാന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പുള്ളിയുടെ ഏത് സിനിമ ഇറങ്ങിയാലും ഓരോ പ്രശ്നങ്ങളാണ്, ഓരോ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഓരോ പുള്ളിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമില്ലാത്ത പ്രശ്നങ്ങളാണ്. ഇപ്പൊ സർക്കാർ ഇറങ്ങിയ സമയത്താണെങ്കിൽ സർക്കാരിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനകത്ത് പുള്ളി ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ബാക്കിയുള്ള എത്രയോ നടന്മാരാണെങ്കിൽ ചുരുട്ട് അതുപോലെ കഞ്ചാവ് അടിക്കുന്ന ഒരു സീൻ, ഈ ഇടയ്ക്ക് ആഷിന്റെ ടോക്സിക്കിന്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയാനൊന്നും ഇല്ല. കിളി വർത്തിയ സാധനമായത്. നമ്മൾ അതിലോട്ട് കൂടുതൽ വരുന്നില്ല, ഇത് പറഞ്ഞപ്പോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം വിജയ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമയല്ല പ്രശ്നം, വിജയ് എന്നുള്ള നായകൻ അല്ലെങ്കിൽ ആ ഒരു ആളാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത്. പ്രത്യേകിച്ച് പുള്ളി ഇപ്പം അവിടെ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാനുള്ള ഒരു രീതിക്കൊക്കെ ഇരിക്കുകയാണ്. ലാസ്റ്റ് സിനിമ അനൗൺസ് ചെയ്തതാണ്. ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യുന്നത്, അവൻ രാഷ്ട്രീയത്തിൽ പോവല്ലേ, അവസാനത്തെ പടമല്ലേ, എന്തെങ്കിലും ഇതെന്തെങ്കിലും അവൻ ചെയ്യട്ടെ എന്നൊന്ന് ചിന്തിക്കും. ഇപ്പൊ അതിനെ നമ്മൾ എതിർത്താണെങ്കിൽ കുറെ ഓവറായിട്ട് ചെയ്യുമ്പം ഇവര് ചിന്തിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെയ്യുന്നതിന് അവർക്ക് തന്നെ പണി കിട്ടും എന്നുള്ളത്. പുള്ളിക്ക് സപ്പോർട്ടായിട്ട് വരത്തുള്ളൂ. അതെ, ഇപ്പൊ പറയുകയാണെങ്കിൽ ഒത്തിരി വലിയ നടന്മാർ നമ്മുടെ തമിഴ് രാഷ്ട്രീയത്തിൽ വന്നിട്ട് പോയി. എന്നാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് വിജയ്. അപ്പം ആ ഒരു പ്രശ്നം എല്ലാവർക്കും കാണും. അതിൽ അതായത് ഇത്ര സപ്പോർട്ട് നടന്നില്ലല്ലോ ഇപ്പൊ മുൻനിര താരങ്ങൾ തന്നെ ഇപ്പൊ പലർക്കും അസൂയ തന്നെ തോന്നി തുടങ്ങുന്ന കാര്യങ്ങളുണ്ട്. കാരണം പുള്ളി ഈ ഒരു ലെവലിൽ ഇപ്പോഴേ ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത് കാണുമ്പോഴേ അത്ഭുതപ്പെടുവാണ്. കാരണം ഇത്രയും വർഷമായിട്ട് DMK ഒക്കെ ഇത്രയും വർഷമായിട്ട് തല കുത്തി നിന്ന് നോക്കിയിട്ടും കൂട്ടാൻ പറ്റാത്ത അത്ര ജനത്തിരക്കാണ്. വിജയ് ആണെങ്കിലും ഒരു മാനാടിലാണെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴാണെങ്കിലും ആൾക്കാർ കൂടുന്നത്. അത്രത്തോളം ഒരു ജനങ്ങളുടെ പിന്തുണ വിജയ്ക്കുണ്ട്. അപ്പം ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ ഇവര് ജനനായകൻ ഇട്ടത് വെറുതെ ഒന്നുമല്ല. പേര് തന്നെ ഇവർക്കൊരു പ്രശ്നമാണ്. ആ പേര് തന്നെ ഇവർക്കൊരു പ്രശ്നം. ഇപ്പം തലവി ഇറങ്ങിയ സമയത്ത് ടൈം ടു ലീഡ് എന്ന് പറഞ്ഞൊരു സാധനം താഴെ കൊടുത്തെന്നും പറഞ്ഞാണ് അന്ന് ജയലളിത അത്രയും സീൻ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ ജനനായകനത്തെ പാട്ട് നോക്കിക്കഴിഞ്ഞാലും എല്ലാ പാട്ടും പുള്ളിക്ക് വേണ്ടി എഴുതിയല്ലേ, പുള്ളിയുടെ രാഷ്ട്രീയത്തിന് ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള സാധനമാണ്. അപ്പം ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ കുറച്ചുപേര് അതിനോടുള്ള ഇത് തോന്നും. നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ തന്നെ നമുക്ക്. പിന്നെ വേറൊരു സംഭവം കൊണ്ട് ഈ ജനനായകനകത്താണെങ്കിൽ കറക്റ്റ് പ്രകാശ് രാജിന്റെ ക്യാരക്ടർ സത്യമായിട്ട് ഞാൻ അത് കണ്ടപ്പോഴേ ഇവനോട് ഞാൻ പറഞ്ഞായിരുന്നു, പ്രകാശ് രാജിന്റെ ക്യാരക്ടർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് ഏതൊരു രാഷ്ട്രീയക്കാരനെ ഉദ്ദേശിച്ചാണ് അവര് കൊട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല നമ്മുടെ ട്രെയിലറിന്റെ ലാസ്റ്റ് അരസിയല് കറക്റ്റ് ആയിട്ട് അതാ പറഞ്ഞിട്ടുണ്ട്. ഇരുത്തി അങ്ങ് വലിപ്പിക്കുക എന്നുള്ള രീതിക്കത്തെ സംഭവമാണ് നമ്മൾ ആ ഒരു സാന്തി കണ്ടത്. പിന്നെ ഇപ്പൊ ഇവര് മുടക്കാൻ നോക്കിയത് വിചാരിച്ചു എങ്ങനെ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം എല്ലാ സിനിമയിലും ഓരോ പ്രശ്നങ്ങളും. അപ്പം പിന്നീടുള്ള പ്രശ്നം ഇതാണ് കൊടുക്കാതിരിക്കുക, ഇതൊന്നും ഇറക്കാതിരിക്കുക, അതാണ് അവര് നോക്കിയത്. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ വന്ന് സർട്ടിഫിക്കറ്റ് അവർ പുറത്ത് അവർ ഒഫീഷ്യലായിട്ട് തന്നെ US സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു, എന്നിട്ടും ഇതിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇവര് A സർട്ടിഫിക്കറ്റിന് കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞത് വിജയ് സിനിമയ്ക്ക് ഒരു വയലൻസ് വന്നു കഴിഞ്ഞാല് പറ്റത്തില്ല. അതന്നല്ലേ ലാസ്റ്റ് സിനിമ ആയതുകൊണ്ട് A സർട്ടിഫിക്കറ്റ് കൊടുത്ത ഫാമിലി ഓഡിയൻസ് കയറാൻ ഭയങ്കര പാടാ. തമിഴ് അത് പറഞ്ഞിട്ട് അവര് 10 സീൻസ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ട് കൊടുത്തു US സർട്ടിഫിക്കറ്റ്. അതിന് കൊടുത്തു കഴിയുമ്പോൾ പറഞ്ഞ് 27 എണ്ണം കട്ട് ചെയ്യണം. അപ്പൊ 27 എണ്ണം പോയി കഴിയുമ്പോൾ ഈ സിനിമ അതിനൊരു മുക്കാൽ ഭാഗം അല്ലെ പാതി ഭാഗം കട്ട് ചെയ്ത് പോവാ. എന്നിട്ടും അവര് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അപ്പം പിന്നീട് ഇത് ആദ്യം കോർട്ടിൽ വന്നപ്പം അവര് വാദിച്ചത് ഈ ഒരു സിനിമയെ പറ്റി കംപ്ലൈന്റ് വന്നു തുടങ്ങി അല്ലെങ്കിൽ പരാതികൾ വന്നു തുടങ്ങിയതിന്റെ പേരിലാണ് ഇവരിത് തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ് കോടതിയിൽ ഇവര് പറഞ്ഞത്. പക്ഷെ കോടതി ചോദിക്കുന്നത് ഇത് ആകെ കണ്ടത് നിങ്ങൾ 5 പേരാണ്, അപ്പം നിങ്ങളിൽ തന്നെയാണ് ഇത് പരാതി വന്നതെന്നുള്ളതാണ് കോടതിയുടെ ഇതിൽ. അതിലാണ് ഈ കേസ് തള്ളിപ്പോയത്. അതൊരു കിടിലൻ ചോദ്യമായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് വെച്ചു, അതാണ് ഇന്നത്തേക്കാക്കിയത്. അത് രണ്ടാമത് അവർ അപ്പീൽ കൊടുത്തത് ഈ സിനിമ മുടക്കാൻ വേണ്ടിയാണ്. അപ്പം ഇന്ന് ഈ അപ്പീൽ കൊടുത്ത് അത് വിജയിക്കും ജനനായകനും സപ്പോർട്ടായിട്ട് വന്നു. അപ്പം അത് കഴിഞ്ഞപ്പോ അവര് പിന്നീട് രാവിലെ തന്നെ അപ്പീൽ കൊടുത്തു ഉച്ചക്കത്തേക്ക്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവര് ശരിക്കും പറഞ്ഞ ഇത് എങ്ങനെയെങ്കിലും വലിച്ചു നീട്ടി ഒരു മാസമെങ്കിലും ഒന്ന് കഴിയണം എന്നുള്ള രീതിക്കാണ് ഇവരിപ്പോ ഇത് വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നത്.
ആ ഒരു രീതിക്കാണ് ഈ ഒരു കാര്യങ്ങൾ ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു മണ്ടത്തരമാണ് അവർ കാണിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഇപ്പം വിജയെ സപ്പോർട്ട് ചെയ്യാത്ത മറ്റു പാർട്ടിക്കാർ വരെ ഇതിനോട് സപ്പോർട്ട് ചെയ്യാൻ ആ രീതിയിലോട്ട് പാർട്ടിക്കാരെന്തിന് ഫാൻസുകാര് തന്നെ ഇപ്പൊ സൂര്യ ഫാൻസ്, അജിത് ഫാൻസ്, സിംബു, ധനുഷ് എല്ലാ ഫാൻസുകാരും ഇപ്പം വിജയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഫാൻസുകാരാണേലും വലിയ വലിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും സിനിമാ മേഖലയിലുള്ള എല്ലാരും ഇപ്പം വിജയിക്കും ജനനായകനും സപ്പോർട്ടാണ്. അത് മാത്രമല്ല നമ്മൾ വേറെ കാര്യം ചിന്തിക്കണം, ഇത് വിജയ് മാത്രം ചെയ്യുന്ന ഒരു സംഭവമല്ല. ഇതിനകത്ത് മുടക്കുന്ന, അതായത് പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറുണ്ട്, പുള്ളിയുടെ നഷ്ടം, പിന്നെ ഒത്തിരി പേരുടെ കഷ്ടപ്പാട്, ഇതൊക്കെയാണ് ഇവരൊരു ഒറ്റ ഇത് കൊണ്ട് നശിപ്പിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. പ്രൊഡ്യൂസർ ഇപ്പൊ വിജയുടെ ഒരു ലാസ്റ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രൊഡ്യൂസർ ആണെങ്കിലും പുള്ളി ഇപ്പൊ ഒഫീഷ്യലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം 500 കോടി ബഡ്ജറ്റിലാണ് ഈ പടം വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റിലീസ് ഡേറ്റ് എയിം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു റിലീസ് ഡേറ്റിലാണ് റിലീസ് ചെയ്യുന്നത് പറയുമ്പോൾ അതിന് മുമ്പേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ തുടങ്ങും. അവർ അത്രയും പ്ലാൻഡ് ആയിട്ട് ഇത്ര ആൾക്കാർ ഈ ലോകത്തിൽ നടന്നതിലെ ഏറ്റവും വലിയൊരു ഓഡിയോ ലോഞ്ച് ആണ് ഇപ്പം മലേഷ്യയിൽ നടന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് തന്നെ എത്രയോ രൂപ ചെലവാക്കിയാണ് പുള്ളി ഗ്രാൻഡ് ആയിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. നമുക്കത് TV വന്നപ്പോ 1.25 മണിക്കൂർ വന്നത്, ഏകദേശം 3 മണിക്കൂറോളം വലിയ പ്രോഗ്രാം ആയിരുന്നു അത് നടന്നത്. അതുപോലുള്ള ചെലവുകള്, പിന്നെ ട്രെയിനുകളില് ഫ്ലെക്സ് എത്തിക്കുന്നു, പിന്നെ അതുപോലെ അല്ലാതെ അവര് പ്രൊമോഷൻസ് സോഷ്യൽ മീഡിയ ചെയ്യും. പുള്ളി പറയുന്നത് ഇതിപ്പോ 2 ദിവസമോ 1 ദിവസമോ മാറ്റി വെക്കുവാണെങ്കിലും പുള്ളിക്ക് അത് നഷ്ടമാ. അപ്പം ഭയങ്കരമായിട്ട് ഈ മാസം അവസാനമോ ഫെബ്രുവരിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് പ്രൊമോഷൻ ചെയ്തതൊക്കെ വെറുതെ ആയി പോകും. അന്നേരം ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഫാൻസുകാര് അവരുടെ കയ്യിൽ നിന്നിട്ടുള്ള ചെലവ് വെച്ചിട്ടാണ് ഫ്ലെക്സും കാര്യങ്ങളും ചെലവ് വെക്കുന്നതിനെ വെക്കുന്നത്. അവര് അത്രയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ പുള്ളിയുടെ ലാസ്റ്റ് സിനിമ. പിന്നെ അത് തന്നെയല്ലേ നമ്മൾ ഈ സിനിമയുടെ ബുക്കിംഗ് ഒക്കെ തുടങ്ങി പ്രീസെയിലൊക്കെ ഏകദേശം 50 കോടിക്ക് മുകളിൽ തന്നെ അടിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് റീഫണ്ട് ചെയ്ത പൈസ എല്ലാം നമുക്ക് തിരിച്ചു വന്നത്. സത്യം നമ്മൾ അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റീഫണ്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ നോക്കിയാൽ മതി. നമ്മൾ ആ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോ ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബലി ഇത് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഇതിപ്പോ ഒരു ചർച്ചയായിട്ട് വന്നേക്കുവാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ എനിക്ക് കറക്റ്റ് ഫീൽ എമ്പുരാന്റെ ഒരു ഫീൽ എനിക്ക് അടിക്കുന്നുണ്ട്. കാരണം എമ്പുരാൻ സിനിമ ഇതുപോലായിരുന്നു. അത് പക്ഷേ കുറച്ചുകൂടെ ഇറങ്ങിക്കഴിഞ്ഞായിരുന്നു. ഇത് ഇറങ്ങി പോലും ഇല്ല. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തരുന്നതിന് മുമ്പേ തുടങ്ങിയെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഇവര് ഈ ഒരു പ്ലാൻ ഇട്ടെന്ന് പറഞ്ഞാല് ഇത് ഞങ്ങൾ ആരും ഇതിനൊരു ഉത്തരവാദിയല്ല. അല്ലാതെ ഇപ്പൊ പാട്ടിന്റെ പ്രശ്നം വരുവാണെങ്കിൽ സിഗരറ്റ് വലിച്ചതും പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിക്കാര് പ്രശ്നം ഉണ്ടാക്കി. അല്ലാതെ ഫ്ലെക്സിനകത്ത് രാഷ്ട്രീയം എഴുതി അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് അങ്ങനെ പ്രശ്നമുണ്ടായി. ഇതിപ്പോ ഞങ്ങളുടെ കുഴപ്പമല്ല, ഇത് നിങ്ങളുടെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരാത്തെന്നുള്ള രീതിയിലാണ് സിനിമ ചേംബറിന്റെ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇപ്പം അത് മാറിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഡീസന്റ് ആണ്. ഇതിപ്പോ നമ്മൾ ഈ ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ലാന്ന് കാണും. ഇവർ അടുത്ത ആൾക്കാരെ വെച്ചിട്ടാണ് അത് ചെക്ക് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അവര് ഇത് എന്തോ ഇത് ആദ്യം പറഞ്ഞത് ബാലയ്യയുടെ സിനിമയാണ്. ബാലയ്യയും ഡയറക്ടറും വിചാരിക്കുക ഞങ്ങൾ ചെയ്തപ്പോ ഇത്രയും പ്രശ്നമില്ല, ഇതിനകത്ത് എന്താ. പിന്നെ വേറൊരു സംഭവം കൂടെ എടുത്തു പറയാനുണ്ട്. ഇവര് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ആക്കി പറയുന്നത് റിലീജിയനെ ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതും കുറച്ച് വേറൊരു രീതിക്കാണ്, അല്ല ഒരു വില്ലന്റെ ഒരു രീതിക്കാണ് അത് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമയിലാണെങ്കിൽ ഒരു റോബോട്ട് പോലെ ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് OM എന്നാണ് അവർ പറയുന്നത്. അവർ ഓമെന്ന് പോലും അല്ല പറയുന്നത്, OM എന്നാണ് പറയുന്നത്. അത് റോബോട്ടിന്റെ പേരാന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ആ ഒരു ചെസ്റ്റിന്റെ ഭാഗത്താണെങ്കിൽ ഒരു റൗണ്ട് വന്നിട്ട് അതിനകത്ത് M കാണിക്കുന്നുണ്ട്. അപ്പം റിലീജിയനെ ഭയങ്കരമായിട്ട് അതിനെ വ്രണപ്പെടുത്തി എന്നുള്ള രീതിക്കും ഭയങ്കര രീതിക്ക് ഒരു സംസാരം വരുന്നുണ്ട്. ഇനിയും വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദളപതിയുടെ പേര് തന്നെ പ്രശ്നമാണ്. കാരണം അതൊരു കാസ്റ്റ് അല്ലെങ്കിൽ അവിടെ ഒരു രീതിയിലാണ് അതാണ് ഇവർ ഉദ്ദേശിച്ചത്. അത് ശരിയാ. കാരണം ഇതിനകത്ത് അവര് നോക്കിയിരിക്കണം എവിടാണ് എന്താണ് ഇതില് വിജയുടെ ഒരു നമ്മളിത് കണ്ടപ്പോ നമുക്ക് മനസ്സിലായത് വിജയ് ഒരു കാട് ഒരു സംബന്ധമായിട്ടുള്ള ഒരു സ്ഥലം, അതായത് ഒരു ഹൈ റേഞ്ച് പോലുള്ള സ്ഥലത്ത് കാടുമായിട്ടൊക്കെ നല്ല രീതിക്ക് ബന്ധമുള്ള ഒരു കാടിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന രീതിക്കത്തെ ഒരു ക്യാരക്ടറും അതുപോലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാവും പുള്ളിയുടെ ഒരു വലിയൊരു സംഭവമായിട്ടുള്ളൊരു കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ല, ഒരു പാവപ്പെട്ട ഒരാളുടെ രീതിക്കത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നതെന്നുള്ള കാര്യത്തില്. അപ്പം ഇങ്ങനെയുള്ള ഒരാൾ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പം കൊള്ളേണ്ടവർക്ക് നല്ല രീതിക്ക് തന്നെ കൊള്ളും. അത് ഒരു അത് ശരിയാ. പിന്നെ എന്തായാലും TVKയുടെ ഇതാണെങ്കിലും പുള്ളി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആനയുടെ ആണെങ്കിലും ചിഹ്നമാണെങ്കിലും എല്ലാ സാധനവും പാർട്ടി നല്ല ലാസ്റ്റ് പടം എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന്റെ ട്രെയിലർ ഫീൽ ചെയ്യുന്നുണ്ട്. നിർത്തുവാന്ന് പുള്ളി തന്നെ പറഞ്ഞപ്പോ
ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തായാലും ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നത് കാണുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ എടുക്കാതിരുന്ന വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ ഇരുന്നതാണ് ആ ഒരു ഇഷ്യൂ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി. ഞങ്ങൾ 3:30 വരെ നോക്കിയിരുന്ന അന്ന് അതുകൂടെ കഴിഞ്ഞിട്ട് എടുക്കാം. 3:30 കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു 4:15 ഇനിയിപ്പോ നോക്കണ്ട. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അത് നോക്കിയിരുന്ന ഞങ്ങൾ നോക്കിയിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അങ്ങ് എടുത്താണ്. അപ്പം ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഇനിയും കൂടുതലായിട്ട് പറയാനാണെങ്കിൽ ഇത് മൊത്തം പറയാനേ ഉള്ളൂ. പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾ അത്രയും കണ്ടിരിക്കത്തില്ലത് എല്ലാവർക്കും അറിയാൻ സംഭവമാണ്. പിന്നെ നമുക്കുള്ള വിഷമം പറഞ്ഞു തീർക്കുക. അതെ, ഞങ്ങൾ ടിക്കറ്റ് ഉറങ്ങാതെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അത് റീഫണ്ട് അടിച്ച് കിട്ടി അതിന്റെയൊക്കെ സങ്കടത്തിലിരിക്കും. ഇനിയും നമ്മൾ ഇന്ന് ഡിജെക്ക് ഇനിയിപ്പോ ടിക്കറ്റ് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും ഇന്ന് ജനനായകൻ ഇറങ്ങിയപ്പം അതിന്റെ ഒരു ഓളത്തിൽ നമ്മൾ ഞങ്ങളിപ്പോ ജനനായകന്റെ 2-3 വീഡിയോ ചെയ്തിടേണ്ട സമയമാണ്. ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ പ്ലാനിങ്ങിന് ഇനിയും കുറച്ചുകൂടെ സമയം നീട്ടി കിട്ടിയിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മൾ ഒരു കാര്യം പറയാണ്, ഇനിയിപ്പോ ഈ 2ാം വരവ് അതൊരു തൂക്കേടിയായിരിക്കും. കാരണം ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും റിലീസ് ആണെങ്കിലും ഒക്കെ നമുക്കറിയാം. നമ്മൾ പിള്ളേർ സെറ്റ് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ചില ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള. അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പൊ പ്രായമുള്ളവർക്കാണ് മോനെ ആ പടത്തിൽ എന്തുവാന്ന് പറഞ്ഞ് കാണാനൊരു താല്പര്യം വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരും അതുപോലെ കുറച്ച് ഏജിലായിട്ടുള്ളവർക്ക് വരെ ഇത് കാണണമെന്നൊരു ത്വര വരും. ഇനി വരുന്ന ബുക്കിംഗ് വെടിക്കെട്ട് സാധനമായിരിക്കും വരുന്നത്. അപ്പൊ ബുക്ക് ചെയ്യാനുള്ളവരോട് പറയാ, ഇതിനൊരു സമയം വെക്കും. ആ സമയത്ത് തന്നെ കമ്പ്യൂട്ടർ ആണെങ്കിലും ഫോൺ ആണെങ്കിലും എല്ലാം നോക്കി കാണണം. പിന്നെ ടിക്കറ്റ് കിട്ടുന്ന എന്തായാലും ശിവകാർത്തികന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതെല്ലാം സോൾവ് ആകട്ടെ. ഈ മാസം തന്നെ റിലീസിന് എത്തട്ടെ. അത് പൊങ്കൽ തന്നെ ആണെങ്കിൽ നമുക്ക് ഡബിൾ ശരിയാ, പൊങ്കലാണെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.